ആകാംക്ഷ അടുത്ത 5 വർഷം കേരളത്തിന്റെ സാരഥി, കേരളത്തിന്റെ രാഷ്ട്രീയ നാഥൻ അത് വി ഡി സതീശനാണോ കെ സി വേണുഗോപാലാണോ? രണ്ടുപേരുമല്ലാതെ രമേശ് ചെന്നിത്തല സമവായ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സമവായ മുഖ്യമന്ത്രി വരുമോ? അതോ ഇത് മൂന്നുപേരുമല്ല നാലാമതൊരാൾ ഹൈക്കമാൻഡിന്റെ മനസ്സിലുണ്ടോ? നമുക്ക് ഒരു പിടിയുമില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ആർക്ക് മുൻതൂക്കം ഇന്ന മുൻതൂക്കം എന്ന് നേരത്തെ കേട്ട വാർത്തകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ആധികാരികമാണോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ഇപ്പോഴും ആ ആകാംക്ഷ ഏതെങ്കിലും ഈ 3 പേരിൽ ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവണ്ണം, അല്ലെങ്കിൽ ഒറ്റ പേരിലേക്ക് ബാക്കി ആർക്കും എത്തിച്ചേരാൻ കഴിയാത്തവണ്ണം ആകാംക്ഷ അതിന്റെ പരമാവധിയിലാണ്. ആ പേര് അത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ മാത്രമാണ്, ബാക്കി ആരുടെയും മനസ്സിൽ അത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ മാത്രമാണ്. അല്പസമയത്തിനകം ആ പേര് പങ്കുവയ്ക്കാൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധി. ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഇനിയിപ്പോൾ അധികം വൈകിപ്പിച്ചുകൊണ്ട് നല്ലതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, RSP ആവട്ടെ, ബാക്കി പ്രധാനപ്പെട്ട NK പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളും ഈ തീരുമാനം വൈകുന്നതിലെ കടുത്ത അതൃപ്തി, അവർക്ക് പറയാൻ കഴിയാവുന്ന ഭാഷയിൽ നിന്നുള്ള കടുത്ത അതൃപ്തി എല്ലാവരും തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കെ സി വേണുഗോപാലിന്റെ വസതിയിലാണ് അരവിന്ദ് നിൽക്കുന്നത്. KC യെ ഖർഗെ വിളിച്ചു എന്ന കാര്യം അറിയാൻ കഴിയുന്നുണ്ട്. KC വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങിയാൽ മാധ്യമങ്ങളോട് ചിലപ്പോൾ 2 വാക്കെങ്കിൽ 2 വാക്ക് അത് പ്രതികരിക്കോ? ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. അല്പസമയം തന്നെ കെ സി വേണുഗോപാൽ വസതിക്ക് പുറത്തേക്ക് വരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സി വേണുഗോപാലിനെ ഖർഗെ വിളിപ്പിച്ചു എന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഹൈക്കമാൻഡ് കെ സി അനുനയിപ്പിച്ചേക്കും എന്നതാണ് സൂചനകൾ ലഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് കെ സി വേണുഗോപാൽ തന്റെ വാഹനം ആ വസതിക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും പുറത്തേക്ക് കെ സി വേണുഗോപാൽ ഉടൻ തന്നെ ഇറങ്ങും എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നത് നോക്കി കാണേണ്ടതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നെ കെ സി വേണുഗോപാൽ ആ മീറ്റിംഗിലേക്ക് പോകുന്നുണ്ടോ? ഈ രാഹുൽ ഗാന്ധി ഖർഗെയുമായി സംസാരിക്കുന്ന സമയത്ത് കെ സി കൂടി അക്കൂട്ടത്തിൽ ഉണ്ടാകുമോ? ഇപ്പോ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരാൾ കെ സി ആകുമ്പോൾ കെ സി ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതണോ അരവിന്ദ്? നേരത്തെ തന്നെ ഈ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, മറ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കെ സി വേണുഗോപാൽ വിട്ടുനിന്നിരുന്നു. കാരണം ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേട്ട പേര് കെ സി വേണുഗോപാലിന്റെ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ നിന്ന് കെ സി വേണുഗോപാൽ വിട്ടുനിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവസാന ഘട്ടത്തിൽ കെ സി വേണുഗോപാലിന്റെ പേര് മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ കൂടി ഈ ചർച്ചയിൽ പങ്കാളിയാകും. നിലവിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും കെ സി വേണുഗോപാലിനെ ഖർഗെ വിളിപ്പിച്ചിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾ ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും. കാരണം ജനവികാരം വളരെ രീതിയിൽ ആ വി ഡി സതീശിനൊപ്പം നിൽക്കുന്നു. MLA മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ടെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ വികാരം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം എത്തിയ മുതിർന്ന നേതാക്കളടക്കം ഇത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയമടക്കം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമെന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും കെ സി വേണുഗോപാൽ അല്പസമയത്തിനകം പുറത്തിറങ്ങും. അദ്ദേഹം ഖർഗെയുടെ വസതിയിലേക്ക് എത്തും എന്നതാണ് നിലവിൽ മനസ്സിലാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അനുനയ നീക്കങ്ങൾ ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഒരു ഔദ്യോഗിക പ്രതികരണം എന്തായാലും ഈ മണിക്കൂറിൽ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഖർഗെയുടെ വസതിയിലേക്ക് എത്തി എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കെ സി വേണുഗോപാൽ കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കെ സി വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് വന്ന 2ാം ദിവസം ഡൽഹിയിലേക്ക് കെ സി വേണുഗോപാൽ എത്തിയിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കെ സി വേണുഗോപാൽ കണ്ടത് അന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നൊരു വേളയിലാണ്. പിന്നീട് ഒരു ദിവസം പോലും വലിയ കൂടിക്കാഴ്ചകൾ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. വിജയുടെ സത്യപ്രതിജ്ഞയിൽ കെ സി വേണുഗോപാൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കെ സി വേണുഗോപാൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഈ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനം വസതിക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.